നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ ബി.ജെ.പിയുടെ യുവമുഖമായ യുവരാജ് ഗോകുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ ശക്തമായ ത്രികോണ പോരാട്ടത്തിനാണ് കളമൊരുങ്ങിയിരിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന നേട്ടങ്ങളും ജനങ്ങളുമായുള്ള ആഴത്തിലുള്ള ബന്ധവുമാണ് തെരഞ്ഞെടുപ്പിലൂടെ എൻ.ഡി.എ സ്ഥാനാർത്ഥിയുടെ കൈമുതൽ. തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി രാഷ്ട്രീയ നിലപാട് പങ്കുവയ്ക്കാൻ രഞ്ജിത്ത് തമ്പാടിക്കൊപ്പം യുവരാജ് ഗോകുൽ ചേരുന്നു. രഞ്ജിത്ത്, അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കൂ. തീർച്ചയായിട്ടും. എന്തായാലും നെടുമങ്ങാട് നിയോജകമണ്ഡലത്തിൽ ഒരു വലിയ ത്രികോണ പോരിലേക്ക് എത്തിക്കഴിഞ്ഞു. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രചരണ രംഗത്ത് ഇറങ്ങുമ്പോൾ എന്താണ് താങ്കളുടെ ഒരു പ്രതീക്ഷ? എന്താണ് ഈ നെടുമങ്ങാട് മണ്ഡലത്തിലെ ജനങ്ങളോട് യുവരാജ് ഗോകുലിന് വോട്ട് ചെയ്യണം എന്ന് പറയേണ്ട കാരണം എന്താണ്? ഒന്നാമതായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം നഗരത്തിനോട് ഏറ്റവും അധികം ചേർന്ന് കിടക്കുന്ന ഒരു മണ്ഡലമാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലം. അപ്പോൾ തീർച്ചയായിട്ടും വലിയ വികസന സാധ്യതകൾ തുറന്നിടപ്പെടേണ്ടുന്ന ഒരു മണ്ഡലമായിരുന്നു ഇത്. MC റോഡും NH കണക്ട് ചെയ്യുന്ന ഏറ്റവും വലിയ ജംഗ്ഷൻ എന്ന് പറയുന്നത് പോത്തങ്കോട് ജംഗ്ഷനാണ്. നിങ്ങൾ ആ പോത്തങ്കോട് ജംഗ്ഷനിലേക്ക് ഒന്ന് നോക്കണം. അവിടുത്തെ സിഗ്നൽ സിസ്റ്റം പോലും മര്യാദയ്ക്ക് വർക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഇല്ല. അപ്പോൾ ഈ കാലമായിട്ടും ഒരു തരത്തിലും ഒരു ഏറ്റവും ബേസിക്കായ കാര്യങ്ങളല്ലേ കണക്ടിവിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒരു പ്രദേശത്തേക്ക് വികസനം കടന്നു വരണമെങ്കിൽ എന്താണ് ആദ്യം അവിടുത്തെ കണക്ടിവിറ്റി ശരിയാകണം എന്നുള്ളതാണ്. ഇപ്പോൾ 2016 VV രാജേഷ് ഇവിടെ മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹം പ്രകടന പത്രികയിൽ പറഞ്ഞിരുന്നൊരു കാര്യമാണ് വഴയില മുതൽ നെടുമങ്ങാട് വരെയുള്ള റോഡ് 4 വരിയാക്കുമെന്നുള്ള കാര്യം. 10 വർഷം എടുത്തതിന് ശേഷമാണ് അതിൻ്റെ പണി തുടങ്ങാനെങ്കിലും ഇവർ തയ്യാറായത്. പണി തുടങ്ങാൻ 2016 ഞങ്ങൾ പറഞ്ഞ കാര്യമാണ്. അത് തുടങ്ങിയെന്ന് മാത്രമല്ല അതിനെ 3 റീച്ചായിട്ട് കൊടുത്ത് അതിനെ എഴിച്ചഴിച്ച് കൊണ്ടുപോവുകയാണ്. ഭക്ഷ്യവകുപ്പ് മന്ത്രിയാണ് നമ്മുടെ MLA. നെടുമങ്ങാട് മാർക്കറ്റ് ഒന്ന് നോക്കണം, പോത്തങ്കോട് ചന്തയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നോക്കണം, ജില്ലാ ആശുപത്രിയുടെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നോക്കണം, കുടിവെള്ളം കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ എന്ത് പദ്ധതിയാണ് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചത്? ഒരു മന്ത്രിയെ കിട്ടിയ മണ്ഡലമല്ലേ, എന്ത് പദ്ധതിയാണ് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിച്ചത്? ഒന്നും ചെയ്തില്ല. പകരം എന്താണ്, തിരഞ്ഞെടുപ്പിന് 1 മാസം ഉള്ളപ്പോൾ ഓടി നടന്നിട്ട് ബസ് റൂട്ട് ഉദ്ഘാടനം, പെട്ടിക്കട ഉദ്ഘാടനം, ഇതൊക്കെ അല്ലല്ലോ നമുക്ക് വികസനം എന്ന് പറഞ്ഞു ചെയ്യേണ്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അനന്തമായ സാധ്യതകളുണ്ട്. ടെക്നോ പാർക്ക് വളരെ അടുത്ത് കിടക്കുകയാണ്. പള്ളിപ്പുറം ഈ മണ്ഡലത്തിൻ്റെ ഭാഗമാണ്. അവിടെ ഫേസ് 3ഉം 4ഉം ഒക്കെ ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകളുണ്ട് ഈ പറയുന്ന ടെക്നോ സിറ്റിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള. അപ്പോൾ തീർച്ചയായിട്ടും പുതിയ സാധ്യതകളിലേക്ക് കൂടി ഈ IT മേഖല, സോഫ്റ്റ്വെയർ മേഖല കടന്നു പോവുകയാണ്. സെമി കണ്ടക്ടർ നിർമ്മാണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ലാൻഡാണ് ഒരു വലിയ പ്രശ്നമായിട്ട് തിരുവനന്തപുരത്ത് പറയുന്നത്. ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നതും സ്വത്ത് തന്നെയാണ്. ഇഷ്ടംപോലെ ഭൂമിയുണ്ട്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാണിക്യ പഞ്ചായത്തിലാണ്. ഈ മാണിക്യ പഞ്ചായത്ത് കോലിയക്കോട് മേഖലയാണ്. നിങ്ങളൊന്നുള്ളിലേക്ക് സഞ്ചരിച്ചാൽ കാണാം എന്തുമാത്രം ലാൻഡ് വളരെ ഇതായിട്ട് നമുക്ക് ഉണ്ട് എന്നുള്ള കാര്യം. സ്വാഭാവികമായിട്ട് വലിയ വലിയ പദ്ധതികൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റും. വെള്ളാണിക്കൽ പാറ പോലെയുള്ള ടൂറിസം സ്പോട്ടുകളുണ്ട്, ഗംഭീരമായ ടൂറിസം സ്പോട്ടുകളുണ്ട്. നമുക്ക് വലിയ രീതിയിൽ അതിനെയൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. കേന്ദ്ര പദ്ധതികൾ ഉൾപ്പെടെ കൊണ്ടുവന്നിട്ട് നമുക്കതിനെ കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 2016 ഒരു 35,000 വോട്ട് എന്ന് വെച്ചാൽ നമ്മൾ കേരളത്തിൽ മറ്റ് മണ്ഡലങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു BJPക്ക് വലിയ അടിത്തറയുള്ളൊരു മണ്ഡലമാണ്. പക്ഷേ അതിന് ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ ആ വോട്ട് കുത്തനെ കുറച്ച് കുറഞ്ഞു. ഇത്തവണ ഈ BJPയുടെ ഈ മണ്ഡലത്തിലെ അടിത്തറ എത്രമാത്രം ശക്തമാണ്? BJPക്ക് 35,000 വോട്ട് എന്ന് പറയുന്നത് BJPയുടെ ഒരു അടിത്തറ വോട്ടാണ്. അതിപ്പോൾ 2015 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 30,000 വോട്ടുണ്ടായിരുന്നു. പക്ഷേ നിയമസഭയിലെത്തിയപ്പോഴേക്കും അത് 35,000-ന് മുകളിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായി. ശോഭ ചേച്ചി മത്സരിക്കുമ്പോൾ 37,000-ലധികം വോട്ട് വന്നു. 2021 നിയമസഭയിൽ മാത്രമാണ് അന്നത്തെ രാഷ്ട്രീയ പരിതസ്ഥിതിയുടെ ഒരു കാരണം കൊണ്ടാണ് അത് കുറയുന്നൊരു സാഹചര്യം ഉണ്ടായത്. 2024 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 45,000-ആയിട്ട് വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. 5,000-ൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതിത്തവണ നമ്മൾ 60,000 കടത്തുമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആത്മവിശ്വാസം നമുക്ക് തരുന്നത് ഇടതുപക്ഷക്കാരായിട്ടുള്ള വോട്ടർമാർ തന്നെയാണ്. കാരണം അവരുൾപ്പെടെ ഞങ്ങളോട് പറയുന്നുണ്ട് ഒരു മാറ്റം ആവശ്യമാണ് എന്നുള്ള കാര്യം അവരുടെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് വലിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥി നിർത്തുമെന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് SDP. പക്ഷേ മഞ്ചേശ്വരത്തടക്കം അവർ സ്ഥാനാർത്ഥികളെ പിൻവലിക്കുന്നൊരു സാഹചര്യത്തിൽ ഇവിടെ ഒരു SDP സ്ഥാനാർത്ഥി മത്സരിക്കുന്നുണ്ട്. ഈ SDP ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മത്സരം ഏതെങ്കിലും തരത്തിൽ BJPയെ മാത്രം ലക്ഷ്യം വെച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
അല്ല, അവർ വളരെ പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ. അവർ BJP തോൽപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം എന്നുള്ളതിനെ കുറിച്ചിട്ട് അവർ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിയമമണ്ഡലത്തിലായിരുന്നാലും ശരി തന്നെയാണ്, അവർ അത്തരത്തിലുള്ളൊരു സ്ട്രാറ്റജി തന്നെ എടുക്കുന്നത്. തിരുവനന്തപുരം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായിരുന്നാലും തൃശ്ശൂരിലായിരുന്നാലും ഒക്കെ അവർ അത്തരത്തിലുള്ള സ്ട്രാറ്റജികൾ തന്നെയാണ് എടുക്കുന്നത്. പിന്നെ ഈ കുടുംബ വഴക്ക് പോലുള്ള ഒരു പ്രശ്നം ഈ ഇടക്കാലത്തായിട്ട് അവരുടെ ഇടയിൽ കണ്ടുവരുന്നുണ്ട്. ഇടതുപക്ഷത്തും SDPക്കാർക്കും തമ്മിൽ അവരുടെ ഈ കുടുംബത്തിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടാവില്ല. അത് അവരുടെ കുടുംബ പ്രശ്നമാണ്, അവർ പരിഹരിച്ചോളൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഇപ്പോൾ അവർ നിലവിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. പിന്നെ ഒരു കുടുംബമാകുമ്പോൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുമായിരിക്കും. ഒരു പക്ഷേ ലാസ്റ്റ് അവർ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുക, മത്സരം അവർ പ്രഖ്യാപിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് വലിയ പ്രചരണത്തിലേക്ക് അവർ ഇപ്പോഴും പോകുന്നത് ഞാൻ കണ്ടില്ല. ഒരു പോസ്റ്ററോ ഫ്ലക്സോ ചുമരെഴുത്തോ ആ രീതിയിലൊന്നും അവർ തന്നെ പോകുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ മത്സരത്തെ എത്രത്തോളം സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടെന്നും എനിക്കറിയില്ല. കേരളത്തിൽ ഇടതുപക്ഷവും UDFും BJPക്കെതിരെ ആരോപിക്കുന്ന ഡീലാണ്. ഇടതുപക്ഷം പറയുന്നു കോൺഗ്രസും BJPയുടെ ഡീല്, അല്ലെങ്കിൽ NDAയുടെ ഡീല്. UDF പറയുന്നു LDFും NDAയുടെ ഡീല്. ഈ ഡീൽ ആരോപണം എന്തിനു വേണ്ടിയാണ്? ഈ ഡീൽ ആരോപണം മുൻകാല ചരിത്രത്തിലൊന്നും തന്നെ ഇത്തരം ഒരു ആരോപണം ഉയർന്നിട്ടില്ല. BJP ആരോപിക്കാറുണ്ട്, LDF UDFും. പക്ഷേ ഇത്തവണ BJP ഒരു സൈഡ് നിർത്തിയിട്ടാണ് LDF UDFും ഡീൽ ആരോപിക്കുന്നത്. അത് എക്സ്ട്രീമിസ്റ്റ് മുസ്ലിം വോട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അത് BJPയുമായിട്ട് LDF ആണ് ഡീല് എന്ന് UDF പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എക്സ്ട്രീമിസ്റ്റ് മുസ്ലിമുകൾ എന്താണ് UDFിനൊപ്പം നിൽക്കുമെന്നും അതുപോലെ തന്നെ വൈസ് വേഴ്സ തിരിച്ചു വരുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. നോക്കുക, അവരെ സംബന്ധിച്ചിടത്തോളം സാധാരണ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് അവർ കൺസേൺഡ് അല്ല. ഇപ്പം നിങ്ങൾ നോക്കുക, അവർ ഹമാസിന് വേണ്ടിയിട്ട് വലിയ രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട്, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലെ കപട ഇടതുപക്ഷം എന്ന് പറയുന്നത്. അവർ ഇറാനിലെ ഭരണാധികാരി അവിടെയുള്ള പെൺകുട്ടികളോട് എത്ര ഹീനമായിട്ടാണ് പെരുമാറുന്നതെന്നും എത്ര പേരെ മൃഗീയമായി പീഡിപ്പിച്ചു കൊന്നു, പെൺകുട്ടികളെ, കൊച്ചു പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചു കൊന്നിരിക്കുന്നത്, നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇറാൻ്റെ ഭരണാധികാരി കൊല്ലപ്പെടുന്ന സമയത്ത് ഇവർ വലിയ രീതിയിൽ പ്രക്ഷോഭവും പ്രതിഷേധവും ഒക്കെ ആയിട്ട് അവർ പുറത്തിറങ്ങുന്നുണ്ട്. അപ്പുറത്ത് കിടക്കുന്ന ഗൾഫ് രാജ്യങ്ങളുണ്ട്, മുസ്ലിം രാജ്യങ്ങൾ തന്നെയാണ്. ആ ഗൾഫ് രാജ്യങ്ങളിൽ ഇതേ പറയുന്ന ഇറാൻ ആക്രമിച്ചു ഇവരാരെങ്കിലും വാ തുറന്ന് മിണ്ടിയോ? ഇല്ല. കാരണം എന്താണ്? അവിടെ ഉള്ളത് മോഡറേറ്റ് മുസ്ലിംസാണ്. അവിടെ എല്ലാവരും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും ജീവിക്കുന്നു. ക്ലബ്ബുകളുണ്ട്, ഡാൻസ് ഉണ്ട്, ആൾക്കാർ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, എല്ലാ രീതിയിലും പോകുന്നു. അപ്പോൾ അവിടെ ആക്രമിക്കപ്പെട്ടതിനകത്ത് അവർക്ക് വിഷമമില്ല. അവർക്ക് ഹമാസ് ആക്രമിക്കപ്പെട്ട വലിയ വിഷമമാണ്, അവർക്ക് ഈ പറയുന്ന പോലെ ആക്രമിക്കപ്പെട്ട വലിയ വിഷമമാണ്. അപ്പോൾ അത് എക്സ്ട്രീമിസ്റ്റ് മുസ്ലിങ്ങളെ എങ്ങനെയെങ്കിലും പ്രീണിപ്പിക്കുക എന്ന് പറയുന്നതാണ്. അവർക്ക് സാധാരണ മുസ്ലിങ്ങൾ അവരുടെ കൺസേൺ അല്ല. അവർ പകരം ഇത്തരത്തിലുള്ള ആൾക്കാർ മാത്രമാണ് അവരുടെ കൺസേൺ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ ഡീലാരോപണമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഒടുവിൽ നെടുമങ്ങാട്ടെ വോട്ടർമാരോട് എന്താണ് അവസാനമായി പറയാനുള്ളത്? നോക്കൂ, നെടുമങ്ങാട് നിയോജക മണ്ഡലം വലിയ പൊട്ടൻഷ്യലുള്ള ഒരു മണ്ഡലമാണ്. തീർച്ചയായിട്ടും വലിയ വികസന സാധ്യതകൾ ഇങ്ങോട്ടേക്ക് കടന്നു വരേണ്ടുന്നതുണ്ട്. ആ കടന്നു വരണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ നമ്മുടെ പ്രധാനമന്ത്രിയുടെ തന്നെ ഒരു വലിയ കരസ്പർശം ഇവിടെ ഏറ്റുകഴിഞ്ഞാൽ വലിയ തരത്തിലുള്ള വികസന കുതിച്ചുചാട്ടങ്ങൾ നമുക്കിവിടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു കാര്യം, നിങ്ങൾ ഈ പറ്റിക്കൽ വികസനങ്ങളുടെ പിറകിലേക്ക് പോകരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ വികസനം എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ 6 മാസങ്ങൾക്ക് മുമ്പ് റോഡിലെ കുഴി അടയ്ക്കുന്നതിനെയല്ല നമ്മൾ വികസനം എന്ന് പറയുന്നത്. ഒരു പ്രദേശത്തിനെ വലിയ ദീർഘവീക്ഷണത്തോടു കൂടി പദ്ധതികൾ നടപ്പിലാക്കി പരിഹരിക്കുന്നിടത്താണ് നമ്മളതിനെ വികസനം എന്ന് പറയുന്നത്. ഒരൊറ്റ കാരണം പറയാം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോത്തങ്കോട് ജംഗ്ഷൻ്റെ കാര്യം, ഇപ്പോൾ നമുക്ക് വലിയ കൺജസ്റ്റഡ് ആയിട്ടുള്ളൊരു ജംഗ്ഷനാണ്. ഒരു ട്രാഫിക് സിഗ്നൽ പോലും അവിടെ വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ആ വെഞ്ഞാറമൂട് ഫ്ലൈ ഓവറിൻ്റെ പണി നടക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ വലിയ പ്രശ്നമാണ്. ആ പണി ഒരു കൊല്ലത്തിനകത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പോൾ 1 മിനിറ്റിൽ 10 വണ്ടിയാണ് വന്നിറങ്ങുന്നതെന്നുണ്ടെങ്കിൽ 1 മിനിറ്റിൽ 100 വണ്ടിയായിരിക്കും വന്നിറങ്ങാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്ത് ചെയ്യും ആ ജംഗ്ഷൻ? നമ്മൾ ചിന്തിക്കേണ്ടുന്ന കാര്യമാണ്. പോത്തങ്കോട് നിന്ന് മംഗലപുരം വരെയുള്ള 7 കിലോമീറ്റർ റോഡ് പണിഞ്ഞു വെച്ചു. 70 കോടിയാണ് മുടക്കിയത്. മന്ത്രിക്ക് തൽക്കാലത്തേക്ക് വോട്ട് കിട്ടാൻ വികസനം എന്നുള്ള രീതിയിൽ മാത്രം ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഈ ജംഗ്ഷൻ എപ്പോഴായാലും 5 വർഷത്തിനകത്ത് നമുക്ക് വികസിപ്പിക്കേണ്ടെന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ആ റോഡ് എന്ത് ചെയ്യും? അപ്പോൾ ഈ 70 കോടി അവിടെ പോയി, വെള്ളത്തിൽ പോയി. ഇപ്പോഴും അങ്ങോട്ടേക്ക് കയറി കഴിഞ്ഞാൽ 2 വശത്തും വാഹനങ്ങളുടെ പാർക്കിംഗ് കാരണം വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഫ്ലൈ ഓവർ കഴിഞ്ഞ് ഇത്രയും വണ്ടികളും കൂടി വന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത് ആൾക്കാർ ശ്വാസം മുട്ടാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആ ഒരു ജംഗ്ഷനും പ്രദേശവും കേന്ദ്രീകരിച്ച് നെടുമങ്ങാട് ജംഗ്ഷനും പോത്തങ്കോട് ജംഗ്ഷനുമാണ് ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും വലിയ ഹൃദയങ്ങളെന്ന് പറയുന്നത്. ആ നെടുമങ്ങാട് ജംഗ്ഷൻ ആയിരുന്നാലും ശരി തന്നെയാണ്, പോത്തങ്കോട് ജംഗ്ഷൻ ആയിരുന്നാലും ശരി തന്നെയാണ്. എന്തായിരുന്നോ പഴയ കാലങ്ങളിലെ അവസ്ഥ, അല്ലെങ്കിൽ ഒരു 30 വർഷം മുമ്പത്തെ അവസ്ഥ, അതേ അവസ്ഥകളിൽ തന്നെയൊക്കെയാണ് ഇതിപ്പോഴും
കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നെടുമങ്ങാടത്തെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരോട് പറയാനുള്ളത്, റോഡിലെ കുഴിയടച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപിക്കുന്നതിന് 48 മണിക്കൂർ മുമ്പ് ബസ് സർവീസ് ആരംഭിച്ചു എന്ന് പറയുന്നതല്ല വികസനം. അത് അദ്ദേഹത്തിന് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പറ്റിക്കൽ വികസനം മാത്രമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ചിന്തിച്ച് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായും നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ അതിശക്തമായൊരു ത്രികോണ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. യുവരാജ് ഗോകുൽ പറയുന്നത് പോലെ പറ്റിക്കൽ വികസനമല്ല, സ്ഥായിയായിട്ടുള്ള വികസനമാണ് നെടുമങ്ങാട് എന്ന ഈ മലയോര ഗ്രാമ മണ്ഡലത്തിന് വേണ്ടത്. അത് തന്നിലൂടെ സാധിക്കുമെന്ന് അദ്ദേഹം ജനങ്ങൾക്ക് വാക്ക് നൽകുകയാണ്. എന്തായാലും വോട്ട് വാർത്ത വീണ്ടും തുടരും മറ്റൊരു അതിഥിയുമായി. നെടുമങ്ങാട്ടെ NDA സ്ഥാനാർത്ഥി യുവരാജ് ഗോകുലാണ് ജനം TVയോടൊപ്പം ചേർന്നത്.